ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കപ്പ ഉലർത്തിയതാണ്. അതിനായിട്ട് ഞാനൊരു 500 ഗ്രാം കപ്പ എടുത്ത് നന്നായി കഴുകി ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു കുക്കറിലിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കണം. കപ്പയേക്കാൾ കുറച്ചുകൂടി മുകളിലായിട്ട് വെള്ളം നിൽക്കണം. അങ്ങനെ വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കപ്പ നന്നായി വെന്ത് വെള്ളമെല്ലാം മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് മുന്നായിട്ട് ഒരു മസാല ഉണ്ടാക്കുകയാണ്. മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ അളവ് കപ്പയുടെ അളവനുസരിച്ച് നമ്മുടെ എരിവിനനുസരിച്ചും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് മാറ്റി വെക്കാം നമുക്ക്. ഇനി അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കാണ് ടേസ്റ്റ് കൂടുതലും കിട്ടുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ല, ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം, അത് ചേർത്ത് കൊടുക്കാം. അരി നന്നായി പൊട്ടി വിടർന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചെറിയുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. മസാലയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇനി ഇത് ഉണക്കി വറ്റിച്ചെടുക്കണം. കപ്പയിലേക്ക് ആ മസാല എല്ലാം നന്നായിട്ട് പിടിക്കുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. മസാലയൊക്കെ കപ്പയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മസാലയുടെ കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. കപ്പ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത്. നന്നായിട്ട് ഇളക്കുമ്പോഴാണ് കപ്പ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുക. പൊടിഞ്ഞ് കിട്ടുന്നതിനനുസരിച്ച് കപ്പയുടെ ടേസ്റ്റും കൂടി കിട്ടും. കുറച്ച് സമയം കൂടി ഇളക്കിയതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. നല്ല രുചിയാണ് ഈ കപ്പയ്ക്ക്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കപ്പ ഉലർത്തിയത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.